ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധനുരാശിയിൽ ചന്ദ്രൻ നിന്നാലുള്ള പ്രത്യേകതകളും ഫലങ്ങളുമാണ് പറയുന്നത്. ധനുരാശിയിൽ ചന്ദ്രൻ നിന്നാലുള്ള പ്രത്യേകതകൾ തന്നെയായിരിക്കും ധനുരാശി ലഗ്നമായി വരുന്നവർക്കും. അതായത് ചന്ദ്രനും ലഗ്നത്തിനും തുല്യത്വമുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ധനുരാശി പറയുമ്പോൾ ഗുരുവിൻ്റെ മൂലക്ഷേത്രമാണ്, ഓജരാശിയാണ്. അവിടെ ഒരാളും ഉച്ചനാകുന്നില്ല, നീചനാകുന്നുമില്ല. ഒറ്റയ്ക്ക് അവകാശമുള്ള ഒരു രാശിയാണ്. ലഗ്നാധിപൻ തന്നെയാണ് നാലാം ഭാവാധിപനും. അപ്പം സുഖസ്ഥാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും. അതായത് ഭാവം എന്ന് പറഞ്ഞാൽ സുഖസ്ഥാനാണ്. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും. രണ്ടാം ഭാവാധിപനും മൂന്നാം ഭാവാധിപനും ശനിയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു ദോഷമൊന്നുമില്ല. ധനുരാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചവർക്ക് നീണ്ട മുഖവും കഴുത്തുമായിരിക്കും ഉണ്ടാവുക. പിതൃധനം അനുഭവത്തിൽ വരും. ത്യാഗശീലരായിരിക്കും. ഇവർ നന്നായി കവിതകൾ എഴുതും. ഊർജ്ജസ്വലരായിരിക്കും. നന്നായി സംസാരിക്കുകയും ചെയ്യും. പല്ല്, ചെവി, ചുണ്ട്, മൂക്ക് എന്നിവ അല്പം തടിച്ചതായിരിക്കും ഇവർക്കുണ്ടാവുക. ഉത്സാഹശീലരായിരിക്കും. ശില്പവിദ്യയിൽ കഴിവ് തെളിയിച്ചവരായിരിക്കും ഇവർ. ചുമലുകൾ കുനിഞ്ഞവയായിരിക്കും. കുഴിനഖം തുടങ്ങിയ നഖരോഗങ്ങൾ ഇവർക്ക് ബാധിക്കും. മാംസളമായ കൈകളായിരിക്കും ഇവർക്കുണ്ടാവുക. പ്രതിഭാശാലികളായിരിക്കും. എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ചെയ്യരുതാത്തതെന്നും ഇവർക്ക് നന്നായി അറിയാം. ബന്ധുക്കളോടും അടുപ്പക്കുറവും വിദ്വേഷവും ഇവർക്കുണ്ടാകും. നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഇവരെ വശത്താക്കാൻ ആർക്കും സാധിക്കില്ല. അതേസമയം നല്ല വാക്കുകൾ കൊണ്ട് എളുപ്പത്തിൽ വശത്താക്കാനും കഴിയും. ഇഷ്ടപ്പെട്ടവർക്കൊന്ന് ലൈക്ക് അടിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാം.